Dears, now we will discuss the topic reflective teaching. What is reflective teaching? It can be conceived as a teaching with an accent of reflection, or teaching rooted in reflective, the process of reflection, or teaching blended with the process of reflection. Anyway, reflective teaching means it should be associated with the process of reflection. Then what is reflection? We have learned the concept of reflection and reflective practices. Reflection means asking about the questions what, why, and how. That means what I have done, why I have done this, and how I have done the action. That is, reflection is a process of going back to the experiences and analyzing the experiences. That is, it is sometimes maybe a process of interacting and communicating with ourselves. അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്. നമ്മളൊരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ എന്താണ് നമ്മൾ ചെയ്തത്, എങ്ങനെയൊക്കെ നമ്മളത് ചെയ്തു, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർഗം ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്, പിന്നെ നമ്മൾ എന്ത് ചോദിക്കും, അത് വർക്കായോ, നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വർക്കൗട്ടായോ, അതിനെന്താ കുഴപ്പങ്ങൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയാണ്, നമ്മളോട് തന്നെ ചോദിക്കുന്ന രീതിയാണ് റിഫ്ലക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് reflective practices. It is some type of reflective practices. Reflective practices പലതരത്തിലാകാം, അതിലൊന്നാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഡ്യൂറിങ് യുവർ ഇൻറ്റേൺഷിപ്പ്, സ്കൂൾ ഇൻറ്റേൺഷിപ്പ്, ആക്ച്വലി യു ആർ underwent റിഫ്ലക്റ്റീവ് ടീച്ചിങ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ഓർ ആഫ്റ്റർ ഈച്ച് ലെസൺ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ റിഫ്ലക്റ്റീവ് നോട്ട് ഇൻ യുവർ ലെസൺ പ്ലാൻ. Is it? And also after 5 lessons you are instructed to write a reflective journal based on Gibbs reflective cycle. In that reflective journal you are actually reflecting on the entire process of your teaching, from the blackboard work to the assessment evaluation procedures, and you are making comments on the teaching elements and deriving new perspectives on your teaching. This is reflective practices. This is reflective teaching actually. It is nothing novel to you. That is, I want to disclose here. Reflective teaching is not a novel concept to you. You have already done it. അപ്പോൾ പക്ഷേ നമുക്ക് നോക്കാം എന്താണ്, അപ്പോൾ എന്താണ് ചെയ്തതെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോംപ്ലക്സ് പ്രോസസ്സ് എന്നറിയാം അല്ലേ. അപ്പോൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് മെത്തഡോളജി ഇൻവോൾവ്സ് ക്വസ്റ്റ്യനിങ് വൺസ് ഓൺ സെൽഫ് ടു ബ്രിങ് പെർഫെക്ഷൻ ബൈ ആസ്കിങ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് നടത്തുന്നത്? ടു ബ്രിങ് പെർഫെക്ഷൻ ഇൻ യുവർ ടീച്ചിങ്. നിങ്ങളുടെ ടീച്ചിങ്ങിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് നടത്തുന്നത്. വൈ യു നീഡ് ദിസ് പെർഫെക്ഷൻ ഇൻ യുവർ ടീച്ചിങ്? ടു ബിക്കം പ്രൊഫഷണൽസ് ഇൻ ടീച്ചിങ്. ടു ബിക്കം എ പ്രൊഫഷണൽ ടീച്ചർ. ഇറ്റ് ഈസ് വൺ ആസ്പെക്ട്. ആൻഡ് വൈ ഡു യു need to be a professional in your teaching? To
maximize the benefit of the student community. അല്ലേ, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ടു ഒപ്റ്റിമൈസ് ദ ലേണിംഗ് എഫക്ട്സ് ഓഫ് യുവർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് എഫക്റ്റിന്, ലേണിംഗ് ഔട്ട്കമ്മിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രൊഫഷണൽ ആകണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഫഷണൽ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ്ങിനെ റിഫ്ലക്റ്റീവ് ടീച്ചിങ് മോഡിലേക്ക് നിങ്ങൾ മാറ്റുന്നത് ടു ബിക്കം എ പ്രൊഫഷണൽ ടീച്ചർ. ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് പ്രൊഫഷണൽ ആകാൻ വേണ്ടിയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് എന്ത്, റിഫ്ലക്റ്റീവ് ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡെയിലി റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റീവ് ലോഗ് എന്നൊക്കെ പറയുന്നത് റിഫ്ലക്റ്റീവ് ടീച്ചിങ് നടത്താനുള്ള മെക്കാനിസംസാണ്, അല്ലെങ്കിൽ ടൂൾസാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തിയത്, റിഫ്ലക്റ്റീവ് ടീച്ചിങ് നടത്തിയത്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്, വി ആർ ബ്രിങ്ങിങ് പെർഫെക്ഷൻ ഇൻ അവർ ടീച്ചിങ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ജിപ്സ് മോഡൽ ഫോളോ ചെയ്തപ്പോൾ 6 സ്റ്റെപ്സ് ഫോളോ ചെയ്തെങ്കിലും ആ സ്റ്റെപ്സിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ലേണിംഗ് മോഡൽ ഐ ആം യൂസിങ്, which learning model am I using? Okay, second one, how does it apply in specific learning situations? Third one, how well is it working? നമ്മൾ എന്ത് ലേണിംഗ് മോഡൽ എടുത്തു, ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് all the aspects, all the elements of teaching, from formulating the objectives and setting goals, then selecting instructional designs and execution, selecting assessment strategies, blackboard work, class management, and every element, evaluation aspects, everything is included in the model. So which learning model am I using? ഏത് മോഡലാണ് ഞാൻ യൂസ് ചെയ്തത്, അതിൻ്റെ വാട്ട് ആർ ദ മേജർ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ്. ദെൻ ഹൗ ഡസ് ഇറ്റ് അപ്ലൈ ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ്? ഓരോ സിറ്റുവേഷനിലും, ക്ലാസ് റൂമിൽ പല പല സിറ്റുവേഷൻസ് വരും, ഓരോ സിറ്റുവേഷനിലും ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സിറ്റുവേഷനിലും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. കുട്ടികൾ ബഹളം വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുട്ടി സംസാരിക്കാതിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിലും മാനേജ്മെൻറ്റ് മെക്കാനിസംസ് അപ്ലൈ ചെയ്തത്. ഹൗ വെൽ ഇസ് ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഈ മെക്കാനിസംസ്, ഹൗ വെൽ ഇസ് ഇറ്റ്സ് വർക്കിംഗ്, എങ്ങനെയായിരുന്നു അതിൻ്റെ വർക്കിംഗ് സ്റ്റാറ്റസ്, വർക്കിംഗ് എഫക്റ്റ്, അല്ലേ? നമ്മൾ അങ്ങനെയാണ് റിഫ്ലക്റ്റീവ് ജേർണൽ എഴുതുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്, എൻ്റെ ബാഡ് എഫക്ട്സ് എന്തായിരുന്നു, ഗുഡ് എഫക്ട്സ് എന്തായിരുന്നു, എന്തുകൊണ്ട് ബാഡ് എഫക്ട്സ് ആയി, ദെൻ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ആക്ഷൻ പ്ലാൻ എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത്. എന്ന് പറഞ്ഞ പോലെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്തത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ചർച്ച ചെയ്യുന്നത്. ദെൻ ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് ആർ ദ ഫോളോയിങ്. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻറ്റിൻ്റെ മേജറായിട്ടുള്ള ആസ്പെക്ട്സ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാണ്. 1. റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഐഡൻറ്റിഫൈസ് ആൻഡ് എക്സ്പ്ലോർസ് ഓൺ പ്രാക്ടീസസ് ആൻഡ് അണ്ടർലൈൻ ബിലീഫ്സ്. അല്ലേ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഐഡൻറ്റിഫൈസ് ആൻഡ് എക്സ്പ്ലോർസ്, നമ്മുടെ തന്നെ പ്രാക്ടീസസ് എന്തൊക്കെയായിരുന്നു എന്ന് തിരിച്ചറിയണം നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ. ഞാൻ ഇതൊക്കെയാണോ ചെയ്തത്, ബ്ലാക്ക് ബോർഡ് വർക്കിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ മാനേജ്മെൻറ്റ് ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്തത് എന്ന് നമ്മൾ തിരിച്ച് അറിയുന്നു. അതുപോലെ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യുന്നു, നമ്മുടെ തന്നെ പ്രാക്ടീസസ്. ഞാൻ എന്ത് അണ്ടർലൈൻ ബിലീഫ് എന്ന് പറഞ്ഞാലോ, അതിങ്ങനെ ചെയ്യാൻ എന്തായിരുന്നു കാരണം, എൻ്റെ ഏത് വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത്, അല്ലേ? ബ്ലാക്ക് ബോർഡ് വർക്കിൽ ഞാൻ കളർ ചോക്ക് ഉപയോഗിച്ചില്ല, ബിക്കോസ് ഞാൻ വിചാരിക്കുന്നു എൻ്റെ അണ്ടർലൈൻ ബിലീഫ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു യൂസ് വൈറ്റ് ചോക്ക് ഇൻ ദ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഓൺ പ്രാക്ടീസസും ബിലീഫ്സിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഇൻവോൾവ്സ് റെക്കഗ്നൈസിങ്, എക്സാമിനിങ്, റൂമിനേറ്റിംഗ് ഓവർ ദ വേ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സ്. അതല്ലേ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു. റൂമിനേറ്റിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻഡെപ്ത് അനാലിസിസ് നടത്തുന്നു, നമ്മളെങ്ങനെയാണ് പഠിപ്പിച്ചത്. It provides a steady increase in the quality of education. Okay,
റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഒരു സ്റ്റഡി ഇൻക്രീസ് അല്ലേ? ഒരു ടീച്ചർ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിലൂടെ പ്രൊഫഷണൽ ആകുന്നു. ആ പ്രൊഫഷണലൈസേഷൻ ടീച്ചർക്ക് കിട്ടിയ എന്ത് പറ്റും? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു സാറ്റിസ്ഫൈ അക്കൗണ്ടബിലിറ്റി റിക്വയർമെൻറ്റ്സ് അല്ലേ? അക്കൗണ്ടബിലിറ്റി മീൻസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ അല്ലേ? റെസ്പോൺസിബിലിറ്റി ടു ടു ബി അക്കൗണ്ടബിൾ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു വോയിസാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി അങ്ങനെ വരണം. എന്ത് വേണം? ടീച്ചർ ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് ആൻഡ് കോമ്പിറ്റൻറ്റ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു സാറ്റിസ്ഫൈ ദ അക്കൗണ്ടബിലിറ്റി റിക്വയർമെൻറ്റ്സ്. ബീയിങ് പ്രൊഫഷണൽ മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം? ദ ടീച്ചർ ബിക്കംസ് വെരി കോമ്പിറ്റൻറ്റ്, വെരി എന്താ പറയുക, കോൺഫിഡൻറ്റ് ആൻഡ് വെരി കമ്മിറ്റ്മെൻറ്റ്. Then it draws attention to aims, values and social consequences of education at its contribution. അതായത് എയിംസ്, വാല്യൂസ്, സോഷ്യൽ കോൺസിക്വൻസസ് അല്ലേ? നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കോൺട്രിബ്യൂഷൻ, സൊസൈറ്റിയിലുള്ള കോൺട്രിബ്യൂഷൻ, അതിൻ്റെ വാല്യൂസ്, അങ്ങനെ വലിയ വലിയ ഒബ്ജക്റ്റീവ്സിൽ വരെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓട്ടോണമസ്, ക്വാളിഫൈഡ് ആൻഡ് സെൽഫ് ഡയറക്റ്റഡ് പ്രൊഫഷണൽസ്. നമ്മൾ പറഞ്ഞല്ലോ, ഓട്ടോണമസ് പ്രൊഫഷണൽസ് ആകും, ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആകും, സെൽഫ് ഡയറക്റ്റഡ് പേഴ്സൺസ്. വാട്ട് ഇസ് മീൻ ബൈ സെൽഫ് ഡയറക്റ്റഡ് professionals? Self-directed professionals means he can self-analysis, he can do self-analysis, self-interpretation, then self-monitoring of the teaching process. Self-regulation and self-monitoring of the process and പ്രോസസ്സിന് equipped ആയിട്ടിരിക്കുന്ന പ്രൊഫഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഡയറക്റ്റഡ് പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. അപ്പോൾ ഇൻ എസെൻസ്, ഇൻ all these points, it is mentioned here that the reflective teaching enhances the professionalism of the teacher, and this professionalism will contribute to the optimization of the learning outcome of the learners. Is it? Okay, so these points are described in the following paragraphs. You read it out and learn. Okay, in this document we have talked about the process of reflective teaching and the major aspects of reflective teaching. Go through this document. Thank you.